ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങയൊക്കെ എല്ലാവരും വീട്ടിൽ തീർന്നിട്ടുണ്ടാവുമോ? തീർന്നിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാങ്ങയൊക്കെ അധികമായിട്ട് കിട്ടുന്ന സമയത്ത് ഒരു മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം. വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പം ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം. മാങ്ങ എല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആദ്യം ഒന്ന് അരച്ച് വെക്കാം. പിന്നെ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ പറ്റിച്ച് പാത്രം ചൂടായതിനു ശേഷമാണ് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി നമുക്കത് വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊന്ന് മെൽറ്റായി വന്നാൽ മതി. ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, ഇങ്ങനെ ഒന്നായി വന്നാൽ മതി. ആദ്യം ഒന്ന് കട്ടിയാവും, അതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ അതിങ്ങനെ മെൽറ്റായി വന്നോളും. ഒന്ന് തിളച്ച് മെൽറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം മാംഗോ പൾപ്പ്. ഒട്ടും കട്ടയൊന്നും കാണരുത് അതിനകത്ത്. അത് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ജാറ് കഴുകി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം എന്നുള്ളവർക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1 കപ്പ് വെള്ളം മാത്രം ചേർത്തത്. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം, കാരണം അടിയിൽ പിടിച്ചാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. നല്ല തിളയൊക്കെ വന്ന് തുടങ്ങി, ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ തുടങ്ങി. ഇത്രയൊന്നും പോരാ, നല്ല വൃത്തിക്ക് തിളച്ച് കുറുകി വരണം. നമ്മൾ ഇളക്കുന്ന അനുസരിച്ചാണ് കേട്ടോ, എത്ര നേരം ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കുന്നു അതനുസരിച്ചാണ് ഈ മാംഗോ സ്ക്വാഷിൻ്റെ ഐസ് വരുന്നത്. അതായത് അത് അത്രയും നാൾ കേടുകൂടാതിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ക്വാഷിനെക്കാട്ടി ടേസ്റ്റാണ് കേട്ടോ ഈ മാംഗോ സ്ക്വാഷ് നമ്മൾ ചെയ്തെടുക്കുന്നതിന്. ഒരു വട്ടമെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപാര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ദാണ്ടെ ഒരുവിധം നല്ല വൃത്തിക്ക് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞ് അത് അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതിൻ്റെ കുരുവൊന്നും അതിൽ പെടാതെ. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ആ നാരങ്ങ നീര് അതിൽ നല്ലോണം മിക്സായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. നല്ല വൃത്തിക്കൊന്ന് തണുത്ത് വരണം. തണുക്കുമ്പോൾ ഇതൊന്നുകൂടി കുറുകി വരുവേ. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ സ്ക്വാഷ് നല്ല വൃത്തിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇത്ര സമയമൊന്നുമില്ല, അതിൻ്റെ തണുപ്പ് നിശേഷം മാറുന്ന വരെ തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നാരങ്ങ തിരിച്ച് ചേർത്തിട്ടാണല്ലോ നമ്മൾ അതിനെ തണുക്കാൻ വെച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിയാക്ഷനൊക്കെ നടന്നിട്ട് കളറും നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല നേരത്തെക്കാട്ടി ഒന്നുകൂടി കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അരിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒഴിച്ചിട്ട് വേറൊരു സ്പൂൺ വല്ലതും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അതിനെ അരിച്ചെടുക്കാനായിട്ട് പറ്റുവേ. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ 2-3 വട്ടമായിട്ട് ഒഴിച്ചാണ് കേട്ടോ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അത് നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് അരിപ്പേന്ന് ഇങ്ങനെ വീഴാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറല്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇത് പിന്നെ അതിനകത്തുനിന്ന് അരിക്കുമ്പോൾ കിട്ടുന്ന പൾപ്പാണ് കേട്ടോ. അത് നമുക്ക് ഷേക്കോ ജ്യൂസോ എന്തെങ്കിലും അടിക്കാനായിട്ട് യൂസ് ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവേ. കുപ്പിയിലേക്ക് ഇങ്ങനെ ഒരു വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കുപ്പിയിലേക്ക് വീണോളുവേ. ഇവിടെയൊക്കെ വെച്ചൂത്തി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിലേക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഒരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിനകത്ത് ഒഴിച്ചത്. ഞാൻ നമ്മുടെ കുപ്പിയിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ നിറയും, പിന്നെ ഒരു 1/4 ഭാഗമാണ് കിട്ടിയത്. അതായത് ഒരു 1 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഐസ് ക്യൂബ് കുറച്ച് മതി, അതുകൊണ്ടാണ് കേട്ടോ ഒരെണ്ണം ഇട്ടത്. അതിലേക്ക് നമുക്ക് ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഒഴിച്ചത്. അവരവരുടെ രീതിക്ക് അനുസരിച്ച് കുറച്ച് കട്ടി മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയേ. അതിലേക്ക് ഇനി വെള്ളം ചേർത്ത് 1 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അധികമായിട്ട് മധുരം വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ കണ്ടില്ലേ, എന്താ അട്രാക്റ്റീവ് കളർ. അതേപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത അടിപൊളി മാംഗോ സ്ക്വാഷ് കൊടുക്കാവേ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. പുതിയ വീഡിയോയുമായിട്ട് എത്താം. അതുവരേക്കും ടാറ്റാ ബൈ.